യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, അതിനൊരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതി. യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതി. നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ: വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക, വിശ്വാസിയായിരിക്കുക. അതുവഴി ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വാസിയായി, നമുക്കൊരു യോഗ്യതയും ഇല്ലല്ലോ, ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കാനൊരു യോഗ്യതയില്ല. വിശ്വാസം വഴി ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതി നമുക്കത് കിട്ടും. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യം, ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. നമുക്ക് അനുഗ്രഹം വേണോ? യേശുക്രിസ്തു വിശ്വസിക്കുക, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് വചനം പറയുന്നത്. അത് കത്തോലിക്ക വിശ്വാസിയാകട്ടെ, മറ്റു മതത്തിലുള്ള ആളാകട്ടെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി അത് ആരെന്നുള്ള വ്യത്യാസം കൂടാതെ ലഭിക്കുന്നതാണ് ഈ ദൈവനീതി.